നമസ്കാരം. ചരിത്രഭൂമികയിലേക്ക് സ്വാഗതം. പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ സ്ഥാപക പിതാവായ മാവോ സേതുങ് 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും സ്വാധീനമുള്ള രാഷ്ട്രീയ വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് എന്നതിൽ സംശയമൊന്നുമില്ല. 1949 ഒക്ടോബർ 1 ചൈനയുടെ ജനനം പ്രഖ്യാപിച്ച ഈ വിപ്ലവ നേതാവിനെ, രാഷ്ട്രത്തെ ആധുനിക ലോകശക്തിയാക്കി മാറ്റിയതിന് ചൈനയിൽ ഇപ്പോഴും ആരാധിക്കപ്പെടുന്നുമുണ്ട്. എന്നാൽ രാജ്യത്തിന്റെ സാമ്പത്തിക, സാങ്കേതിക, സാംസ്കാരിക പാതയുടെ അടിത്തറ പാകിയ ഈ നേതാവിന്റെ ജീവിതത്തെക്കാൾ വലിയ ഒരു പ്രതിച്ഛായയ്ക്ക് പിന്നിൽ അസാധാരണവും പലപ്പോഴും ഞെട്ടിപ്പിക്കുന്നതുമായ വ്യക്തിപരമായ ചില ശീലങ്ങളുണ്ട്. ഒരുപാട് വിചിത്രതകൾ ഒളിപ്പിച്ചു വെച്ച ഒരാളായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ സ്വകാര്യ ഡോക്ടറായിരുന്ന ഡോക്ടർ ലീ ഷുസൂയി എഴുതിയ ദി പ്രൈവറ്റ് ലൈഫ് ഓഫ് ചെയർമാൻ മാവോ എന്ന പുസ്തകത്തിലൂടെയാണ് ഈ ഇരുണ്ട രഹസ്യങ്ങൾ ലോകമറിഞ്ഞത്. പുസ്തകത്തിൽ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങൾ നമ്മളെ നടുക്കിക്കളയുന്നതാണ്. ശുചിത്വമില്ലായ്മയുടെ വിചിത്ര ശീലങ്ങളായിരുന്നു മാവോയ്ക്കുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ശീലങ്ങൾ അദ്ദേഹം പ്രസംഗിച്ചിരുന്ന വിപ്ലവകരമായ ആധുനികതയുമായി തീർത്തും പൊരുത്തപ്പെടാത്തതായിരുന്നു. ഒന്നാമത്തെ കാര്യം, അയാൾ പല്ല് തേക്കില്ലായിരുന്നു. മാവോ സേതുങ് തന്റെ ജീവിതകാലത്ത് ഒരിക്കലും പല്ല് തേച്ചിട്ടില്ല എന്നാണ് ഡോക്ടർ ലീ സാക്ഷ്യപ്പെടുത്തുന്നത്. ടൂത്ത് ബ്രഷിന് പകരം അദ്ദേഹം ചായ ഇലകൾ ഉപയോഗിച്ച് വായ കഴുകാനാണ് ഇഷ്ടപ്പെട്ടിരുന്നത്. ചായയുടെ ഇല ചവച്ച് തുപ്പുകയാണ് ചെയ്തിരുന്നത് പല്ല് തേക്കുന്നതിന് പകരം. എന്നിട്ടൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു: സിംഹം ഒരിക്കലും വായ കഴുകാറില്ല, പക്ഷെ അതിൻ്റെ പല്ലുകൾ വളരെ മൂർച്ചയുള്ളതായിരുന്നു. ഇതായിരുന്നു ഡോക്ടർമാരുടെ ഉപദേശങ്ങൾക്കെല്ലാം മാവോ പറഞ്ഞിരുന്ന മറുപടി. അതുകൊണ്ട് തന്നെ താൻ ഒരിക്കലും പല്ല് തേക്കില്ല. സിംഹത്തിനെ പോലെ മൂർച്ചയുള്ള പല്ലുകൾ വരുന്നതിന് പല്ല് തേക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നായിരുന്നു മാവോയുടെ ഒരു വിചാരം. ഇത് പക്ഷേ ഉണ്ടാക്കിയത് വളരെ വിനാശകരമായ ഫലമായിരുന്നു. മാവോയുടെ പല്ലുകൾക്ക് പച്ച കലർന്ന നിറമായിരുന്നു ഉണ്ടായിരുന്നത്. മോണരോഗം വന്ന് മോണകളെല്ലാം ചീഞ്ഞഴുകി പഴുപ്പ് രൂപപ്പെട്ടിരുന്നു. ഇതെല്ലാം ഈ പുസ്തകത്തിൽ എടുത്തു പറയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, അദ്ദേഹം കുളിക്കാറില്ല. കുളിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു മനുഷ്യനായിരുന്നു അത്രേ. മാവോ കുളിക്കുന്നതിനെ വെറുത്തിരുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ അപൂർവമേ കുളിച്ചിരുന്നുള്ളൂ. എന്നാലും അദ്ദേഹം പക്ഷേ അതേ സമയത്ത് തന്നെ ഒരു നീന്തൽക്കാരനായിരുന്നു. വെള്ളത്തിനോട് അലർജിയൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു നീന്തൽക്കാരനായിരുന്നു എന്നാണ് പറയുന്നത്. 1966 70-ാമത്തെ വയസ്സിൽ അദ്ദേഹം സംഘടിപ്പിച്ച ക്രോസ് യാങ്സി നീന്തൽ മത്സരം ഇതിന് തെളിവാണ്. 70-ാമത്തെ വയസ്സിലാണ് ആ മത്സരം സംഘടിപ്പിച്ചത്. 5000-ത്തിലധികം പേർ പങ്കെടുത്ത ഈ മത്സരത്തിൽ 65 മിനിറ്റിനുള്ളിൽ 15 കിലോമീറ്റർ ദൂരം പൂർത്തിയാക്കി എന്ന അവകാശവാദം സർക്കാർ പത്രങ്ങൾ പ്രചരിപ്പിച്ചിരുന്നു. അപ്പോൾ വളരെ ആരോഗ്യവാനായിരുന്നു അദ്ദേഹം എന്ന് വേണം പറയാൻ. പല്ല് തേക്കില്ല, കുളിക്കില്ല എന്നെല്ലാം ശരിയാണ്, പക്ഷെ വളരെ ആരോഗ്യവാനായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിനൊരു കിടക്കയുണ്ടായിരുന്നു. അതായിരുന്നു ഏറ്റവും വലിയ പ്രത്യേകത. എവിടെ പോയാലും മാവോ ഈ കിടക്ക കൂടി ഒപ്പം കൊണ്ടുപോകും. വിദേശത്ത് പോലും തൻ്റെ സ്വകാര്യ കിടക്ക കൂടെ കൊണ്ടുപോയിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ ദിനചര്യയും വളരെ വ്യത്യസ്തമാണ്. രാത്രിയിൽ ജോലി ചെയ്യും, പുലർച്ചെ ഉറങ്ങാനാണ് അദ്ദേഹം ഇഷ്ടപ്പെട്ടത്. ഇതിലെല്ലാം ഉപരിയായി മറ്റൊരു സംഭവമുണ്ട്: ടോയ്ലറ്റ് വിരോധം. ടോയ്ലറ്റ് ഉപയോഗിക്കാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹം വളർന്നത് വയലുകളിലും കാടുകളിലുമൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആധുനിക ശുചിത്വത്തോട് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. ടോയ്ലറ്റുകൾ അദ്ദേഹത്തിന് ഇഷ്ടമേ ആയിരുന്നില്ല. പകരം തുറസായ സ്ഥലങ്ങളിലാണ് മലമൂത്ര വിസർജനമെല്ലാം നടത്തിയിരുന്നത്. 1949 റഷ്യയിലേക്കുള്ള യാത്രയിൽ വെറും ഭക്ഷണം കഴിക്കാനും ടോയ്ലറ്റ് ഉപയോഗിക്കാനും വേണ്ടിയല്ല താൻ റഷ്യയിൽ വന്നതെന്ന് പറഞ്ഞ് അദ്ദേഹം സോവിയറ്റ് ആതിഥേയരോട് കോപിച്ചിരുന്നു. അദ്ദേഹം ദുരുപയോഗം ചെയ്ത ലൈംഗിക ജീവിതമാണ് പിന്നീട് പറയേണ്ട മറ്റൊരു കാര്യം. അദ്ദേഹത്തിൻ്റെ ആഡംബരവും അധികാരവും സ്ത്രീകളുമായുള്ള ബന്ധങ്ങളിലേക്ക് വളരെയധികം എളുപ്പമായിരുന്നു. കൾച്ചറൽ വർക്ക് ട്രൂപ്പ് എന്ന യുവതികളുടെ ഒരു സംഘത്തെ അദ്ദേഹം കൾച്ചറൽ വർക്ക് ട്രൂപ്പ് എന്ന പേരിൽ ഒരു സംഘത്തെ നൃത്ത പ്രകടനങ്ങൾക്കായി സൃഷ്ടിച്ചിരുന്നു. ഈ ഓരോ ഷോകൾക്ക് ശേഷവും മാവോ പലപ്പോഴും തൻ്റെ കമ്പനിയിലേക്ക് ഒരു നർത്തകിയെ തെരഞ്ഞെടുത്തിരുന്നു എന്നാണ് ഡോക്ടർ ലീ രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ പല സ്ത്രീകളുമായിട്ടുള്ള ബന്ധമുള്ളതുകൊണ്ട് തന്നെ ലൈംഗിക രോഗങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. ലൈംഗിക ബന്ധങ്ങൾ പെരുകിയപ്പോൾ നിരവധി യുവതികൾക്ക് അദ്ദേഹത്തിൽ നിന്ന് ലൈംഗിക രോഗങ്ങൾ പകരുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അത്തരം ബന്ധങ്ങൾ തൻ്റെ ചൈതന്യം വീണ്ടെടുക്കാൻ സഹായിക്കുമെന്നാണ് മാവോ വിശ്വസിച്ചിരുന്നത്. ഒരുപാട് സ്ത്രീകളുമായി ബന്ധപ്പെട്ടാൽ യുവത്വം വീണ്ടെടുക്കാൻ സാധിക്കും എന്നൊരു വിശ്വാസം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അന്നത്തെ കർശനമായ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ സ്ത്രീകളാകട്ടെ ഈ വക അസുഖങ്ങൾ വന്നുവെന്നോ അല്ലെങ്കിൽ അയാളുടെ പീഡനത്തിനെ കുറിച്ചോ ഒന്നും തന്നെ പുറത്തു പറയാൻ ധൈര്യപ്പെട്ടിരുന്നില്ല. മാവോയുമായുള്ള അടുപ്പം ഒരു ബഹുമാന ചിഹ്നമാണ് എന്ന തെറ്റിദ്ധാരണയും
സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നു. നയപരമായ ഒരുപാട് വിചിത്രതകളും ദുരന്തങ്ങളും ആയിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉടനീളം, സ്വകാര്യ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഉണ്ടായിരുന്നത്. ചില നയപരമായ തീരുമാനങ്ങൾ രാജ്യത്ത് ഗുരുതരമായ പ്രത്യാഘാതങ്ങളും സൃഷ്ടിച്ചിരുന്നു. അതിലൊന്നാണ് ഫോർ പെസ്റ്റ് ക്യാമ്പയിൻ എന്ന് പറയുന്നത്. 1958 മാവോ ആരംഭിച്ച ഈ പ്രചാരണം ഫോർ പെസ്റ്റ് ക്യാമ്പയിൻ, പെസ്റ്റിന്റെ ക്യാമ്പയിനായിട്ടാണ് വന്നത്. അതിൽ കൊതുകുകൾ, ഈച്ചകൾ, എലികൾ, കുരുവികൾ എന്നിവയെ ഉന്മൂലനം ചെയ്യാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതായിരുന്നു. ഇതൊന്നും തന്നെ രാജ്യത്ത് പാടില്ല. കൊതുക്, ഈച്ച, എലി, കുരുവി ഇതൊന്നും രാജ്യത്ത് പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വിളകളെ തിന്നുന്ന പ്രാണികളെ നിയന്ത്രിക്കുന്നതിൽ കുരുവികൾക്ക് നിർണായക പങ്കുണ്ടായിരുന്നു. എല്ലാ രാജ്യത്തെ കുരുവികളെയും കൊന്നുകളഞ്ഞതോടുകൂടി അഭൂതപൂർവമായ തോതിൽ കൃഷിയിടങ്ങളിൽ കീടബാധയ്ക്ക് ഇത് കാരണമായി. ഈ കാർഷിക നഷ്ടം വൻതോതിലുള്ള ക്ഷാമത്തിലേക്ക് നയിച്ചു. മാവോയുടെ ഭരണത്തിലെ ഏറ്റവും ഇരുണ്ട അധ്യായങ്ങളിൽ ഒന്നായ ഈ കാലയളവിൽ ഏകദേശം 15 ദശലക്ഷം ആളുകൾ പട്ടിണി മൂലം മരിച്ചു എന്നാണ് പറയുന്നത്. ഇതിന് പ്രധാന കാരണമായിട്ട് പറയുന്നത് കുരുവികളെ നശിപ്പിച്ചതാണ്. രാജ്യത്തുള്ള കുരുവികളെ എല്ലാം നശിപ്പിച്ചു. വിള മുഴുവൻ കീടങ്ങൾ തിന്നുപോയി. അതുകൊണ്ട് തന്നെ ഭയങ്കര ക്ഷാമം വന്നു. രാജ്യത്ത് മുഴുവൻ പട്ടിണി വന്നു. ഇത് അദ്ദേഹത്തിന്റെ ഭരണത്തിൽ ഉണ്ടായ ഏറ്റവും വലിയ ദോഷമായിട്ട് പറയുന്നു. 15 ദശലക്ഷം ആളുകളാണ് പട്ടിണി മൂലം മരിച്ചത്. അതുപോലെ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ സ്ഥാപനം പ്രഖ്യാപിച്ച് 76 വർഷങ്ങൾക്ക് ശേഷവും മാവോ സേതുങ് ചൈനയിലും ലോകമെമ്പാടും ഒരു ശാശ്വത വ്യക്തിത്വമായി തുടരുകയാണ് ഇപ്പോഴും. ടൈം മാഗസിൻ 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും സ്വാധീനമുള്ള 100 വ്യക്തികളിൽ ഒരാളെ തെരഞ്ഞെടുത്തത് മാവോ സേതുങ്ങിനെയാണ്. ആരാധകർക്ക് ആധുനിക ചൈനയുടെ ശില്പിയാണ്. എന്നാൽ ഡോക്ടർ ലീയുടെ ഓർമ്മക്കുറിപ്പുകളിലൂടെ വെളിച്ചത്തു വന്ന അവിശ്വസനീയമായ വ്യക്തിപരമായ വിചിത്രതകൾ, ഇത് ദശലക്ഷക്കണക്കിന് ആളുകളുടെ മരണത്തിന് കാരണമായ പെസ്റ്റുകളെ നശിപ്പിക്കാനുണ്ടായ തീരുമാനം, ഇവയെല്ലാം മാവോയുടെ പ്രതിച്ഛായയിൽ കറുപ്പ് വീഴ്ത്തിയിരുന്നു. ഇതെല്ലാം തന്നെ മറക്കാനാവാത്ത വൈരുദ്ധ്യമായാണ് അത് അവശേഷിക്കുന്നത്. ഈ പുറത്തുവന്ന രഹസ്യങ്ങളെല്ലാം സത്യമാണോ അതോ വെറും മിത്തുകളാണോ എന്ന ചോദ്യവും ഇതിനോടൊപ്പം തന്നെ ഉയരുന്നുണ്ട്. ചൈനയുടെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ വ്യക്തിയുടെ സ്വകാര്യ ജീവിതം ഭരണകൂടം പ്രചരിപ്പിച്ച വീരനായകന്റെ പ്രതിച്ഛായയിൽ നിന്ന് തികച്ചും വിഭിന്നമാണ് എന്നാണ് ഈ വെളിപ്പെടുത്തലുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. കൂടുതൽ ചരിത്രകഥകളുമായി വീണ്ടും വരാം. ചരിത്രഭൂമിക സബ്സ്ക്രൈബ് ചെയ്യൂ.